മംഗലാപുരത്തേക്കുള്ള യാത്രയിലാണ് തിരിച്ചു വരുന്ന വഴി കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന ബേക്കൽ കോട്ട കാണാമെന്ന് തീരുമാനിച്ചത്. NH-66 വർക്ക് പല ഭാഗങ്ങളിലും തീർന്നുകൊണ്ടിരിക്കുന്നു. മുമ്പ് മംഗലാപുരത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട്. ബേക്കൽ കോട്ടയിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. അതിവിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ തന്നെ ടോയ്ലറ്റും അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള ചാർജിംഗ് പോയിന്റും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 25 രൂപയാണ് നിരക്ക് വരുന്നത്. ഈ കാണുന്ന കവാടത്തിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ആഞ്ജനേയ ക്ഷേത്രമുണ്ട്. വെളിയിലായി ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ച ഒരു വലിയ മുസ്ലിം പള്ളിയുമുണ്ട്. ഈ ക്ഷേത്രം ഉണ്ടായതുകൊണ്ടാകാം ആദ്യ കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ടിക്കറ്റ് ചെക്കിംഗ് ഇല്ലാത്തത്. ക്ഷേത്രം കഴിഞ്ഞുള്ള രണ്ടാമത്തെ കവാടത്തിലാണ് ടിക്കറ്റ് പരിശോധനയുള്ളത്. ഒരു കിണറാണിത്. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന രീതിയിൽ പടവുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. നടപ്പാത ഒഴികെ മറ്റെല്ലാ ഭാഗങ്ങളും കാടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. എത്രയോ മനോഹരമാക്കാൻ പറ്റുന്ന ഒരു ടൂറിസത്തെയാണ് ആരുടെയൊക്കെയോ അനാസ്ഥ കാരണം നശിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ ടൂറിസം പദ്ധതികൾ നടപ്പാക്കുന്നതിനേക്കാൾ മുന്നേ നിലവിലുള്ള ടൂറിസത്തെ സംരക്ഷിക്കുകയാണ് നമ്മുടെ സർക്കാരുകൾ ചെയ്യേണ്ടത്. ബേക്കൽ കോട്ടയുടെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനായി കേരള സർക്കാർ രൂപീകരിച്ച ബേക്കൽ റിസോർട്ട് ഡെവലപ്മെൻറ്റ് വെറുമൊരു നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു. ഭൂമിക്കടിയിലേക്ക് നിർമ്മിച്ച ഒരു തുരങ്കമാണിത്. ആളുകൾ പ്രവേശിക്കാതിരിക്കാൻ ഗേറ്റ് വെച്ച് അടച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള തുരങ്കങ്ങൾ ഇവിടെ ധാരാളം കാണാം. അറബിക്കടലിൻ്റെ തീരത്ത് 35 ഏക്കറിൽ പരന്നു കിടക്കുന്ന കോട്ടയാണിത്. ചെങ്കല്ലുകൾ കൊണ്ടാണ് ഈ മനോഹരമായ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. യന്ത്രങ്ങളുടെ സഹായമൊന്നുമില്ലാത്ത കാലത്ത് ഇത്തരമൊരു കോട്ട അത്ഭുതം തന്നെയാണ്. സമുദ്ര തീരത്ത് വൻ കോട്ടമതിലുണ്ട്. ഇവക്ക് പുറമെ നിരീക്ഷണ ഗോപുരങ്ങളും ഭൂമിക്കടിയിലെ തുരങ്കങ്ങളും കോട്ടയുടെ പ്രത്യേകതയാണ്. കോട്ടയുടെ മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരത്തിലേക്കുള്ള പ്രവേശന മാർഗം യുദ്ധോപകരണങ്ങൾ മുകളിലെത്തിക്കുന്നതിനായി ചെരിവ് വരുത്തിക്കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചരിത്രമാകാം. 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട. ഈ പ്രദേശം കദംബ രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലോത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നത്രേ. 1645-നും 1660-നും ഇടക്കാണ് ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. കോലോത്തിരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ നായ്ക്ക് പുതുക്കി പണിതതാണെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. (1763) കാലഘട്ടത്തിൽ മൈസൂർ രാജാവായിരുന്ന ഹൈദരലി കൈയടക്കി. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും ഭരണകേന്ദ്രമായിരുന്നത്രേ. ടിപ്പുവിൻ്റെ പരാജയത്തിന് ശേഷം 1791 കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലായി.
കോട്ടയ്ക്കകത്തെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തിറങ്ങി. പോകുന്ന വഴിയിൽ കണ്ട വ്യത്യസ്തമായ ഒരു ഉപ്പിലിട്ട കട, അവിടെ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കഴിച്ചു. നേരെ ഇനി വീട്ടിലേക്ക്.